മുഖ്യമന്ത്രിയുടെ 100 പരിപാടിയിൽ ഉൾപ്പെടുത്തി അരിമ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ വഴിയിടം പദ്ധതി വൻ വിജയത്തിലേക്ക്. കുടുംബശ്രീ കിരണം യൂണിറ്റ് 500 കസേരകളും മേശകളും പാത്രങ്ങളും അനുബന്ധ സാമഗ്രികളും വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് വൻ വിജയമായിരിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് വാടകയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിരണത്തിൽ നിന്ന് ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവ വാടകയ്ക്കെടുക്കാൻ ആവശ്യക്കാർക്ക് താല്പര്യമേറുകയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ഈ വഴിയിടം എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് കുടുംബശ്രീയുടെ കീഴിലുള്ള കിരണം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരത് ഏറ്റെടുക്കുകയും അതിലൂടെ ഒരു വരുമാനം നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്ത്രീകളെ അവരുടെ സ്വന്തം കാലിൽ നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പഞ്ചായത്തിൻ്റെ ലക്ഷ്യമാണ്. SC വനിതാ സംരംഭകർക്കായുള്ള പദ്ധതിക്കായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സബ്സിഡിയോടെ അനുവദിച്ച 4.5 ലക്ഷം രൂപയും കുടുംബശ്രീയിൽ നിന്നും വായ്പയായി ലഭിച്ച 1.5 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കസേരയും മേശയും മറ്റ് സാധന സാമഗ്രികളും വാങ്ങിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ ഒട്ടുമിക്കതിലും ഇവരുടെ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് ഉപയോഗിക്കാറുള്ളത്. ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മാലിന്യ വ്യാപനം ഇതിലൂടെ കുറയ്ക്കാനായെന്നതും നേട്ടമാണ്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ OA ജിജി, കിരണം യൂണിറ്റ് പ്രസിഡന്റ് KD രജനി, സെക്രട്ടറി PA രജു, MV അനുരാഗി, TV ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ 1 വർഷത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് പദ്ധതി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.